ഈ ഡിസംബർ ജാനുവരി എന്ന് പറയുന്നത് പൊതുവെ നല്ല തണുപ്പുള്ള സമയമാണ്. നമുക്ക് ബോയ്സിൻ്റെയൊക്കെ എൻക്വയറീസ് വരാറുണ്ട്, അവരുടെ ലിപ്പ് പൊതുവെ ഡ്രൈ ആവുന്ന, എങ്ങനെ ലിപ്പ് കെയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പല തരത്തിലുള്ള ലിപ് ബാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ബോയ്സ് ജനറലി യൂസ് ചെയ്യുമ്പം ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടിൻറ്റഡ് അല്ല മീൻസ് നമുക്ക് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ ചില ലിപ് ബാംസ് എന്ന് പറയുന്നത് കുറച്ച് കളേർഡ് ആണ്. അപ്പോൾ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് SPF കണ്ടന്റ് ഉള്ള ലിപ് ബാംസ് തന്നെ യൂസ് ചെയ്യുക. SPF കണ്ടന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇടുന്നത് പോകുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും അവർ ലിപ്പിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ലിപ്പ് ബ്ലോട്ട് ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് പോവുക. പിന്നെ വൺസ് ഇൻ എ വീക്ക് ലിപ്പ് സ്ക്രബ് യൂസ് ചെയ്ത് ലിപ്പ് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിപ്പ് സ്ക്രബ് നമ്മൾ വൺസ് ഇൻ എ വീക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓവർ യൂസേജ് ആയിക്കഴിഞ്ഞാൽ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ലിപ്പ് നമ്മൾ ലിക്ക് ചെയ്യരുത്. ഓവറായിട്ട് നമ്മൾ ലിക്ക് ചെയ്യുമ്പോൾ ലിപ്പ് ഡ്രൈ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ലിപ്പ് ലിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലിപ് ബാംസിനെ കുറിച്ചും അതുപോലെ തന്നെ ലിപ് സ്ക്രബ് ഏതൊക്കെയാണ് നല്ലതെന്ന് അറിയാനായി നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക.